ഹലോ. ഞാൻ ദാ രാവിലെ റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കണം. രണ്ടാമതൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല, ഞാൻ ലേറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ടാവും, നിങ്ങൾ എല്ലാം ഇഗ്നോർ ചെയ്ത് വിടുക. തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര പെട്ടെന്ന് ഒരു 1000 ആളുകളിലേക്ക് റീച്ച് ആവും, അല്ലെങ്കിൽ 1000 ആൾക്കാരെ നമ്മൾ ഏറ്റെടുക്കും എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിലൊരുപാട് സന്തോഷമുണ്ട്. എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇത്ര പെട്ടെന്ന് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് കോണ്ടൻസും കാര്യങ്ങളൊന്നും ഇല്ല ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കുറച്ച് നാളത്തേക്ക് ഷോർട്സ്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോകാമെന്ന്. പക്ഷെ എനിക്കിതിങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നി. മെയിൻലി ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ടൈമില്ല. അത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, കാരണം എനിക്ക് മൺഡേ ടു സാറ്റർഡേ വർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ലിറ്ററലി ബിസിയാണ്, ഒരു ബിസി ലൈഫാണ് ഇപ്പോൾ. കാരണം നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആ ഒരു എനർജി ടൈം എന്ന് പറയുന്ന അത്രയും സമയം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാണ്. 9:30 to 6 എനിക്ക് വർക്കാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൈഡാവണം, ഒന്ന് കിടക്കണം. ടയേർഡാണ്. ഞാൻ മല ചുമക്കുന്ന പണിയൊന്നും അല്ല ചെയ്യുന്നതെങ്കിലും നമ്മൾ അത്രയും ആ ഒരു ടൈം നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ടയേർഡാവും. ഞാൻ വീട്ടിൽ വന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ള ഒരു ഇതാണ്. എനിക്ക് വേറെ ഒന്നിലേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ കിട്ടുന്ന ഒരു സൺഡേ, അത് ഞാൻ മാക്സിമം ഷോർട്സ് എടുക്കാനും ഡാൻസ് എടുക്കാനും ഒക്കെയാണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യാറ്. ലോങ് വീഡിയോസ് ചെയ്യണം, പിന്നെ അതിനകത്തേക്ക് എന്ത് കോണ്ടൻസ് കൊണ്ടുവരണം എന്നൊന്നും എനിക്ക് ഇരുന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആയിട്ട് ഞാനിങ്ങനെ വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയതൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് ഇതുവരെ എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കൽ നിസ്സാര പരിപാടിയല്ല. അപ്പോൾ അതിനും എനിക്കൊരു ടൈം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം വേഗം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മെയിൻലി ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ ഇത്ര പേര് ചേർത്ത് പിടിക്കുന്നു എന്നറിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതെനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്നവർക്കായിരിക്കും അത് എത്രത്തോളം ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ മൊമെൻ്റ് ആണെന്ന് മനസ്സിലാവാം. ചിലപ്പോൾ ഇത് കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അതിനാണോ ഇക്കിടന്ന് കാണിക്കുന്നത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ച് 1000 എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ടാണ്, ഒരു ഹ്യൂജ് ആൾക്കാരാണ്. അപ്പോൾ അത് ഞാനൊരിക്കലും ഒരു നിസ്സാര കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. താങ്ക് യു സോ മച്ച്. എനിക്കത് തന്നെ പറയാനുള്ളൂ. ഞാൻ ഇപ്പോൾ 2 മിനിറ്റ് വീഡിയോ ആയിട്ടുള്ളൂ. ഞാനിതിപ്പോൾ എങ്ങനെയാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം? പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് പേര് വന്ന് കമൻസ് ഇടും. ഇപ്പുറത്തേക്കൊന്ന് മാറ്റി പിടിക്കേണ്ടി, കൈ വേനെടുക്കുന്നു, അയ്യോ. ഓക്കെ. ഒരുപാട് പേര് ഡെയിലി മീൻസ് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചത്, ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഇഷ്ടം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ആ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ വന്ന് കമൻറ്റ് ഇടാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അത് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. കാരണം ഇപ്പം എന്നെ അറിയുന്നവർ വന്ന് കമൻറ്റ് ഇടുന്നത് പോലെയല്ല എന്നെ അറിയാത്ത കുറച്ച് പേരെന്ന് ആ വീഡിയോക്കകത്ത് കമൻറ്റ് ഇടുന്നു, നന്നായിട്ട് പേർക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നത്, അത് കാണുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ ആ കാണിക്കുന്ന സ്നേഹത്തിന് ഒരു റീസൺ വേണ്ടേ? ആക്ച്വലി എനിക്കറിയില്ല എന്താ റീസൺ എന്ന്. ബട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ എനിക്ക് തിരിച്ച് നിങ്ങളോട് ആ ഒരു സ്നേഹമുണ്ട്. ഞാനിങ്ങനെ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്നവർ, എൻ്റെ നല്ലതിന് വേണ്ടി കൂടെ നിൽക്കുന്നവർ, അവരൊക്കെ ലൈഫിൽ നല്ലത് ഉണ്ടാവണേ എന്നാണ് ഞാൻ ദുആ ചെയ്യാറ്. എനിക്കത് ഭയങ്കര ഒരു കാരണം നമ്മളത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. ഒരാളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരെന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഒരാളുടെ വളർച്ചയിൽ ഒരു ഇഷ്ടം കാണിക്കുന്നവർ, അല്ലെങ്കിൽ അവൾ വളരണം, അല്ലെങ്കിൽ അവൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, അവരോ ആരും ആവട്ടെ, അങ്ങനെ വിചാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാർ ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതിനകത്ത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ തുടർന്നും ഇനി വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും അതേ സപ്പോർട്ടും അതേ സ്നേഹവും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ മെയിൻലി ഈ ഒരു 1000 ആയി എന്നുള്ള ആ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്കിതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല.
അടിപൊളിയായിട്ട് പോട്ടെ, അടിപൊളി വീഡിയോസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല, നല്ല സെറ്റപ്പായിട്ട് വേർത്ത് കുളിച്ച് ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡൊക്കെ കഴിച്ച് പോകണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.